നമസ്കാരം, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് 2026, അതായത് ഈ വർഷം നമുക്കിനി ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ, കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ നമുക്കിനി അടുത്തതായിട്ട് റിലീസ് ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ നമുക്ക് ഉടനായിട്ട് പോകാൻ സാധ്യതയുള്ള ഒരു പരീക്ഷയാണ് IBACIO എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ആർക്കൊക്കെ അപേക്ഷിക്കാം, എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ആണ് ഈ പരീക്ഷയ്ക്ക് വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പം നമുക്ക് IBACIO എന്ന് പറയുന്നത് അസിസ്റ്റന്റ് സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസർ ആണ്. ഗ്രേഡ് 2 എക്സിക്യൂട്ടീവ് ആണ് നമ്മൾ പറയുന്നത്. ഇതൊരു ഗ്രൂപ്പ് സി ടൈപ്പ് ജോബിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഇന്റലിജൻസ് ഓഫീസേഴ്സ് ആയിരിക്കും ഇന്റലിജൻസ് ബ്യൂറോ, അതായത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ അണ്ടറിലാണ് ഇത് വരുന്നത്. ആൻഡ് മോർ ഓവർ ദാൻ നമ്മുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു ജോബാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് തീർച്ചയായിട്ടും ഇതൊരു ഇന്ത്യൻ സിറ്റിസണിന് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ജോബാണ്. അതുപോലെ ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ്. ഏതെങ്കിലും ബാച്ചിലേഴ്സ് ഡിഗ്രി നിങ്ങൾക്ക് ഏത് ഡിഗ്രി ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഈ ഒരു പോസ്റ്റിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിക്ക്. OBCക്ക് 30 വയസ്സ് വരുന്നുണ്ട്. ദെൻ SC/STക്ക് 27+5 ഇങ്ങനെയാണ് നമുക്ക് ഏജ് ലിമിറ്റ് വരുന്നത്. ഇനി ഈ ഒരു പരീക്ഷയ്ക്ക് എത്ര സ്റ്റേജസ് ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ 3 ടിയർ ആയിരിക്കും ഇതിലുള്ളത്. ഫസ്റ്റ് ടിയർ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആണ് 100 മാർക്കിന്റെ. അത് കഴിഞ്ഞാൽ സെക്കൻഡ് 50 മാർക്കിന്റെ ഡിസ്ക്രിപ്റ്റീവ് ആണ് ക്വാളിഫയിങ് മാർക്ക് വരുന്നത്. ദെൻ ടയർ 3 വരുന്നത് നമ്മളുടെ പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാനിത് കഴിഞ്ഞ വർഷം, അതായത് എല്ലാ തവണയും നമുക്ക് IBACIO എല്ലാ വർഷവും വിളിക്കുന്ന ഒരു എക്സാം ആയിരുന്നില്ല. പക്ഷെ നമുക്ക് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ അണ്ടറിൽ, IBയുടെ അണ്ടറിൽ എത്ര വേക്കൻസീസ് വരുന്നതോ അതനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, പുതുതായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് അവർ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഇത് നമ്മൾ കണക്കെടുക്കുകയാണെങ്കിൽ, കഴിഞ്ഞ വർഷം ജൂലൈ 18, 2025 നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഓൺലൈൻ ആപ്ലിക്കേഷൻ ജൂലൈ 19 സ്റ്റാർട്ട് ചെയ്തു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 10 ഞാൻ പറഞ്ഞല്ലോ, ടിയർ 1 നമുക്ക് സെപ്റ്റംബർ മാസം 16, 17, 18 ദിവസങ്ങളിലായിട്ടാണ് നടന്നത്. ദെൻ അതിൻ്റെ കൂടെ തന്നെ ടിയർ 2 കഴിഞ്ഞു. ഏപ്രിൽ 2026 നമുക്കതിൻ്റെ റീസെൻറ്റ് ഈ വർഷമായിരുന്നു IBACIOന്റെ ഇന്റർവ്യൂ നടന്നിട്ടുണ്ടായിരുന്നത്. ഇനി അതിനുശേഷം ഫൈനൽ റിസൾട്ട് ഇപ്പോൾ റിലീസായിട്ടുണ്ട്. 2 ദിവസം ആയിട്ടുള്ളൂ റിലീസായിട്ട്. അങ്ങനെ ജൂൺ 2026 ഇപ്പോൾ ഫൈനൽ റിസൾട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതേ പ്രകാരം ഇനി നമുക്ക് നോട്ടിഫിക്കേഷൻ ഈ ഒരു ഇയറിൽ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് പ്രകാരം അടുത്ത വർഷം നമുക്ക് എക്സാം എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ്, അതായത് എക്സാം എല്ലാം കഴിഞ്ഞ് നെക്സ്റ്റ് ഇയറിലേക്ക് നോട്ടിഫിക്കേഷൻ എന്തായാലും മീൻസ് ഇന്റർവ്യൂ എല്ലാം നെക്സ്റ്റ് ഇയറിലേക്ക് വരേണ്ടതാണ്. അപ്പോൾ 18 എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ജൂണിലാണ് നിൽക്കുന്നത്. അപ്പോൾ അടുത്ത മാസം അല്ലെങ്കിൽ ഈ ഒരു കണക്ക് വെച്ചിട്ടാണെങ്കിൽ, ഒഫീഷ്യലി ഇത് റിലീസ് ചെയ്തിട്ടില്ല, അപ്പോൾ ഈ ഒരു കണക്ക് വെച്ചിട്ടാണെങ്കിൽ ഈ വർഷം നമുക്ക് ഇതിനൊരു ചാൻസ് ഉണ്ട്. ഓൺലൈൻ ആപ്ലിക്കേഷൻ 19 ആയിരിക്കും. മീൻസ് ഒരു ചാൻസ് ആണ് ഞാൻ പറയുന്നത്. നമുക്ക് ഈ സെപ്റ്റംബർ മാസത്തോടു കൂടി നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ടൈം പഠിക്കാനായിട്ട് കിട്ടത്തില്ല. നോട്ടിഫിക്കേഷൻ വന്ന് വളരെ ചുരുങ്ങിയ ടൈമിൽ തന്നെയായിരിക്കും നമുക്ക് എക്സാം ഡേറ്റ് IB അനൗൺസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപ് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ പഠനം സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പം ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾ, നമ്മുടെ കോളേജ് സ്റ്റുഡൻസ്, അല്ലെങ്കിൽ അടുത്തത് എന്ത് വേണമെന്ന് അറിയാൻ നിൽക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വർഷം അപ്പിയർ ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഒരുപാട് മലയാളികൾ ഇത് അറിയാതെ പോകുന്നുണ്ട്, ഒരുപാട് കുട്ടികൾ ഇതിന് അപേക്ഷിക്കാതെ പോകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൂടി എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും കൂടി ഞാനൊന്ന് പറയാം. ടിയർ 1 നമുക്ക് 100 മാർക്ക് 100 ക്വസ്റ്റ്യൻസ് 1 മണിക്കൂർ വെച്ചിട്ടാണ്. ഇതിന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും കേട്ടോ. അതായത് ഹാഫ് മാർക്ക് വെച്ചിട്ട് 1/4, അതായത് 0.33 വെച്ചിട്ട് ഒരു തെറ്റത്തിന് നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാകും. ഓൺലൈൻ ബേസ്ഡ് ആയിട്ടുള്ള എക്സാം ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് കറണ്ട് അഫേഴ്സ് 20, ജനറൽ സ്റ്റഡീസ് GK വരുന്നത്, റീസണിങ് 20, ആപ്റ്റ്യൂഡ് 20, ഇംഗ്ലീഷ് ലാംഗ്വേജ് 20. ഇങ്ങനെയാണ് നമുക്ക് കൂടുതലായിട്ടും. അത് 100 മാർക്കിൻ്റെ സെഷൻസ് ആണ് വരുന്നത്. ഓരോ മാർക്കിൻ്റെ പറഞ്ഞിട്ടുണ്ട്. ടിയർ 2 നമുക്ക് 50 മാർക്കാണ്. essay റൈറ്റിംഗ് 20, പിന്നെ ഇംഗ്ലീഷ് കോംപ്രഹെൻഷനും പ്രിസൈസ് റൈറ്റിങ്ങും, പിന്നെ ലോങ് ആൻസേഴ്സ്, കറണ്ട് അഫേഴ്സ്, സെക്യൂരിറ്റി ഇഷ്യൂസും സോഷ്യൽ എക്കണോമിക് ടോപ്പിക്സിനെ കുറിച്ചിട്ടുള്ളതാണ് വരുന്നത്. അതുപോലെ തന്നെ
ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ടയർ 1 തന്നെ നമുക്ക് നോർമലി നമ്മൾ SSC ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു ലെവലിൽ തന്നെ നമുക്കിവിടെ പഠിക്കാം. പക്ഷെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും മാത്രമാണ് വലിയ വ്യത്യാസം മാർക്ക് ഡിസ്ട്രിബ്യൂഷനേ വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു എക്സാമിന് ഇനിയും ഇത് അറിയില്ലാത്തവരുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പരീക്ഷയെക്കുറിച്ച് അവരെ ഒന്ന് അറിയിക്കാം. ഓക്കെ, അതായത് ഈ വർഷം തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ റിലീസായാൽ ഉടൻ തന്നെ പരീക്ഷ വരാൻ പോകുന്ന നല്ലൊരു പോസ്റ്റാണ്. ഇനി ഇതൊരു CBT 1 വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ AZB അക്കാഡമി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പുതുതായിട്ട് നമുക്ക് ഓൾറെഡി ബാച്ച് കംപ്ലീറ്റഡ് ആണ്. നമ്മൾ IBക്ക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നെക്സ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഈ പറയുന്ന IBയുടെ ACAOയെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ IB ACAOയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഞാൻ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് വെച്ചേക്കാം. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിനൊന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.